എന്നെ ഇമോഷണലി ഇത്രയും ടച്ച് ചെയ്ത വേറൊരു പാട്ട് ഈ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടില്ല. നമ്മ പാടണ പാട്ട് കേട്ട് ലാവുദിക്കണ് മാനത്ത്. ഷഹബാസ് അമന്റെ ശബ്ദത്തിൽ ഒരു പാട്ടെന്ന് കണ്ടിട്ട് വെറുതെ കേട്ട് നോക്കിയതാണ്. ഗൗതമേനോൻ എഴുതിയ പോലെ നമ്മളെ പോട്ട് താക്കിടിച്ച്. കായലോരത്ത് പൂമലരണ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ നമ്മളോട് അത്രയും അടുപ്പമുള്ള ഒരാൾ അടുത്തിരുന്ന് നമ്മളോട് സുഖമുള്ളൊരു സ്വകാര്യം പറയുന്ന ഒരു ഫീലാണ് കിട്ടിയത്. എത്ര പേർക്ക് ഈ പാട്ട് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു വൈബിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പാട്ട് കേട്ട് കഴിയുമ്പോൾ കൺകോണിൽ ഒരു തുള്ളി കണ്ണീരുണ്ടായിരിക്കും. ഷഹബാസ് അമന്റെ ശബ്ദത്തിന് ശരിക്കും എന്തോ ഒരു മാജിക് ഉണ്ട്. പ്രണയവും പ്രണയ നഷ്ടവും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് പുള്ളിയിൽ നിന്നും വരുന്നത്. ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് തിരഞ്ഞു പോയപ്പോഴാണ് അനുരാഗ് രാമചന്ദ്രൻ എന്ന മനുഷ്യൻ 14 വർഷങ്ങൾക്ക് മുൻപ് കമ്പോസ് ചെയ്തു വെച്ചൊരു ഈണമാണിതെന്ന് ഞാൻ അറിയുന്നു. ഒരു ജനപ്രിയ ഗാനം സൃഷ്ടിക്കാനുള്ള യാതൊരു ഫോർമുലകളും ഇല്ലാതെ നമ്മൾ കേട്ട് വന്നിട്ടുള്ള കൺവെൻഷണൽ രീതിയെ പൊളിച്ച് ഡിഫറൻ്റ് ആയൊരു ഈണവും വരികളും. പ്രശാന്ത് മുരളിയും ലിയോണ ലിഷോയും ഒരു സിനിമയിൽ എന്ന പോലെ ഗംഭീരമായി പെർഫോം ചെയ്ത, സഫീർ റുമൈൻ സംവിധാനം ചെയ്ത ഭാവന സ്റ്റുഡിയോസിന്റെ കായൽ എന്ന ഷോർട്ട് ഫിലിമിലാണ് കേട്ടോ ഈ പാട്ട് വരുന്നത്. EP സജീവന്റെ വരികളിൽ, അനുരാഗ് രാമചന്ദ്രന്റെ സംഗീതത്തിൽ, ഷഹബാസ് അമന്റെ ശബ്ദത്തിൽ പിറന്ന ഈ പാട്ട് തന്നെ ആവട്ടെ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനം.